ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവിയാണിത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ മസാല പുരട്ടി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി എരിവിന് ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് കുഴച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൈസി കുറക്കാനായിട്ട് കാശ്മീരി ചില്ലി ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് കൂടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിൽ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. 1 മണിക്കൂറൊക്കെ വെക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഇന്നിവിടെ മക്രോണിയുടെ ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത് ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ മക്രോണി വേവിക്കുന്ന പോലെ വെള്ളത്തിൽ കുറച്ച് ഓയിലും ഉപ്പും ഇട്ടിട്ട് മക്രോണി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം നമുക്കിത് രണ്ടും കൂടെ റെഡിയാക്കാൻ പറ്റും. മക്രോണിയുടെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മസാല തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മള് ചിക്കൻ ഇവിടെ വെന്ത് വരുന്നുണ്ട്. നമുക്കിതൊരു 1/4 ഭാഗം കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. കാരണം നമ്മളിത് മസാലയിൽ ഇട്ടിട്ട് വീണ്ടും കുക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു 1/4 ഭാഗം കുക്കായാൽ മതി. നമ്മൾ മക്രോണി നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിക്കാം. അപ്പൊ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. അതേസമയം നമ്മളെ മക്രോണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഊറ്റി വെക്കാം. ഇനി ഞാൻ നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കൂടുതലുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി. അതിലേക്ക് ഞാനൊരു 2 വലിയ സൈസ് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രേവിയിലേക്ക് ആ ഒരു ചിക്കൻ്റെ ആ ഫ്ലേവറും കൂടി പൊരിച്ച ആ ഒരു ഫ്ലേവറും കൂടി വരാൻ വേണ്ടിയിട്ടോ അതേ വെളിച്ചെണ്ണ യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഞാനൊരു 3-4 കാന്താരി മുളക്, നല്ല എരിവുള്ള കാന്താരി മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നടുവ് കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചേർക്കുന്നത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എരിവൊക്കെ കുറച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ സവാള കൂടുതലായിട്ട് വഴയാൻ നിൽക്കണ്ട, കാരണം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഒക്കെ ഇട്ട് വേവിക്കുന്നുണ്ട് ഇനിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയ ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയുടെ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ മസാലയുടെ പൊടി ഓപ്ഷണലാണ്, നിങ്ങൾ കയ്യിൽ ഉള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ മസാലയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് മിക്സായി വരുമ്പോൾ ഞാനിവിടെ ഒരു ഒന്നര തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഒരു
1.5 തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഗ്രേവി ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ കറി പോലെ കഴിക്കാൻ പറ്റിയതല്ല, ഒരു ഗ്രേവി ആയിട്ടുള്ളതാണ്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്കിത് അടിയിൽ പിടിക്കും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ അത് തുറന്ന് നോക്കുമ്പോൾ കണ്ടല്ലോ, തക്കാളി ഒന്ന് വെന്ത് വന്നാൽ തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ആയിട്ട് വരും. അപ്പോൾ ഇടക്കിടക്ക് നോക്കണം, നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ഇടക്കിടക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. നമ്മളെ ഗ്രേവി നന്നായിട്ടൊന്ന് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി മല്ലിയില, അതുപോലെ പുതിന ഇല, വേപ്പില ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അവസാനം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കസൂർ മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കയ്യിലുള്ളവർ ഇട്ടാൽ മതി. ഇനി ഇതൊന്നും ഇല്ലാന്ന് കരുതി നിങ്ങൾ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കാതിരിക്കരുത്. അപ്പോൾ നമ്മളെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു മക്രോണിയുടെ ഒരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് നമ്മളെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത സെയിം ഓയിലിനാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിൽ 2 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുത്താൽ മതി. നമ്മളിത് കൂടുതലായിട്ട് വഴറ്റുന്നില്ല കേട്ടോ. അപ്പം തന്നെ നമ്മൾക്ക് ഇതിലേക്കൊരു വലിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1-2 നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ വെജിറ്റബിൾ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് വെജിറ്റബിൾസ് കഴിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ചുമ്മാ മക്രോണി മാത്രം വേവിച്ച് കഴിക്കുന്നതിനേക്കാളും ഇതേപോലെ ചെറിയൊരു മസാല ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, നമ്മളെ ക്യാരറ്റിലേക്കും സവാളയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു എഗ്ഗൊക്കെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ എഗ്ഗ് ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മക്രോണി ഉണ്ടല്ലോ, മാറ്റി വെച്ച മക്രോണി, വേവിച്ചെടുത്ത മക്രോണി നമുക്കിതിലേക്ക് കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയ്ക്ക് എല്ലായിടത്തും പിടിക്കുന്ന രൂപത്തിൽ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കനും അതുപോലെ മക്രോണി മസാലയൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമ്മളെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നമ്മളെ മക്രോണിയും അതുപോലെ നമ്മളെ ചിക്കൻ ഗ്രേവിയും ഇതുപോലെയാണ് കേട്ടോ സെർവ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.